ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ. അങ്ങനെ രാവിലെ തന്നെ പണിക്കാരായിട്ട് നമുക്ക് കേരളയും നമുക്ക് കൊണ്ടോടൊക്കെയാണ് പോകാൻ. പോണ വഴിക്ക് തരിശ് നിർത്തിക്കാണ്ട് നമ്മളെ ഹോട്ടലിൽ കയറി. നമ്മളെ സ്വന്തം ആളെ ഹോട്ടൽ. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കില്ല നിർബന്ധമായിരുന്നു കഴിച്ചുകൊണ്ട് രാവിലെ 5 മണി മുതൽ സ്റ്റാർട്ടിങ്ങാണ്. നല്ല ബൂരിയും ബാജിക്കറിയും ഉണ്ടാവും, അടിപൊളി. പിന്നെ പൊറോട്ട ഉണ്ടാവും, ചൂട് പൊറോട്ടയും കടലക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ ഇറങ്ങി അവരതാ സൈറ്റിൽ കൊണ്ടുപോയി ഇറക്കി. അങ്ങനെ സുഹൃത്തുക്കളെ വീട്ടിൽ പോയി ഫ്രഷായി വന്ന് ഇനി അങ്ങാടിക്ക് ഓടാൻ ഇറങ്ങണം. പോണ വയ്ക്കുന്ന അധ്വാക്കാനും കയറ്റിങ്ങാണ്ട് നേരെ അങ്ങാടിയിൽ ഇറക്കി. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അല്ലെന്നേ. അപ്പോൾ ഉമ്മാൻ്റെ കബറിങ്ങിൽ നിന്ന് പോയി കണ്ട് നേരെ പിന്നെ അഴിയപ്പങ്കാവ് പോയി നുണിമാത്താനെടുത്ത് ചുങ്കത്ത് കൊണ്ടാക്കി. അത് കഴിഞ്ഞ് രവിയേട്ടനെ ഇറക്കി. ഇത് നമ്മളെ ചെമ്പകുന്നത്തെ ബാബുവിൻ്റെ മകളാണ്. ഇവളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യും കുട്ടീനെ. അത് കഴിഞ്ഞ് നേരെ ഉദയനായിട്ട് പോണ വയ്ക്കുന്നത് കണ്ണത്ത് പമ്പ് കയറി ലേശം എണ്ണ. അങ്ങനെ പിന്നെ കുഴപ്പമില്ലാത്ത ഓട്ടക്കോടി ലേശം ചിക്കൻ വാങ്ങി വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ പോയി. വീട്ടിൽ കൊണ്ടേ കൊടുത്ത് വരുന്ന വൈക്കതാ നമ്മളെ ഫോളോവേഴ്സാണെന്ന് പറഞ്ഞ് കുറച്ച് ചെക്കന്മാരെ കണ്ടു. ചെക്കന്മാരെ വണ്ടി കയറ്റി. ചെക്കന്മാർക്ക് വീഡിയോ ഓണാക്കിയപ്പോൾ ഭയങ്കര മടി. അങ്ങനെ ജുമാക്ക് പോയ സമയം ജുമാക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് പെരും ചൂട് സുഹൃത്തുക്കളെ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇപ്പം ഇരുന്ന് കണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുക. അങ്ങനെ സുഹൃത്തുക്കളെ ഞാനും ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല മുരിങ്ങാക്കറിയും ഉണ്ടായിരുന്നു, നല്ല ചിക്കൻ വരട്ടും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു, മുതിരയും ഇന്നത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ. അത് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം നല്ലോണം കുടിക്കണം, കാരണം അജാതി ചൂടാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറുക്കൻ്റെ വണ്ടി വന്നത്. ചെറുക്കൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ സ്കൂൾ വണ്ടി. ഓന് പരീക്ഷയും കഴിഞ്ഞത് ആ വീടിൻ്റെ അമ്മത്ത് വന്നിറങ്ങി. അങ്ങനെ ഓനൊരു വാസി ഞാൻ തന്നെ ഓനെ പിക്ക് ചെയ്യാൻ ചെല്ലണം എന്നുള്ളത്. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് റോട്ടിൽ ഇറങ്ങിയപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയ ട്രിപ്പ് മേലാറ്റൂർ എടയാറ്റൂർക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ മാധവമാസം ഷാജാനത അങ്ങോട്ട് വിലങ്ങുപോയാലും അങ്ങനെ കുഴപ്പമില്ലാത്ത ഓട്ടക്കോടി. വൈകുന്നേരം ആകുമ്പോൾ കേക്ക് സ്റ്റോർ ചെറുക്കൊക്കെ ആയിരിക്കാണ്ട് 1-2 സാധനം കുട്ടികൾക്ക് മുട്ടായിയൊക്കെ വാങ്ങിക്കൊണ്ട് പെരീക്ക് പോകാൻ വേണ്ടിക്കണം. അപ്പോഴാണ് 100 വന്ന് തള്ളി മറിച്ചത്. എസ്കെ കഴിഞ്ഞ് ആരെ കാത്തും കണ്ടപ്പോൾ നിൽക്കണം, നേരെ വീട്ടിൽ പോകല്ല. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഇസാഖ് ഗ്രൂപ്പ് ചെറുപ്പശ്ശേരിയുടെ സാധനം ആ ബൈക്കുമാണ്. പാവം നമ്മളെ കണ്ടപ്പോൾ തിരിച്ചു വന്നു. ഗോൾ വലയം കാക്കുന്ന ആ ഒരു ഗർജനൊന്നും റിയൽ ലൈഫിലില്ല. ആൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. വന്ന് കുറേ കുശലം പറഞ്ഞ് തള്ളി മറിച്ചും കണ്ട് അങ്ങനെ ഞാനും ഓനും ഞങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ കുട്ടികൾ എന്നും കാത്തിരിക്കുന്ന ആ ഒരു സമ്മാനത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കണം. അതാണ് നമ്മളെ മുഹബത്ത്.